നിർമ്മിച്ചതായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇപ്പോൾ ശ്രീ എ റഹീം കൂടി നമ്മളോടൊപ്പം ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ശ്രീ റഹീം, മക്കളെ അങ്ങോട്ട് നോക്കണം. നിയമാനുസൃതമാണെങ്കിൽ വേറൊരു കേസ് കൂടി ചോദിച്ചു, അത് താങ്കൾ മറക്കരുതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക മാത്രം ചെയ്യുന്നു. പോലീസ് മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരായ കേസ്, അതും ശ്രീ ശബരിനാഥൻ ഉന്നയിച്ചു. അത് മുഖം നോക്കാതെ നടപടി ഉണ്ടായോ? മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരായ കേസ്. ഹലോ, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരായ കേസ്. ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. ഡൽഹിയിൽ അഗ്നിപഥിനെതിരായ സമരത്തിൽ എന്നെയെല്ലാം വലിച്ചുഴച്ചു കൊണ്ടുപോകുന്നത് അത് പ്രക്ഷോഭമാണ്. ഞങ്ങളെ കയ്യിൽ ഒരു ആയുധവുമായി പോയി പോലീസിനെ ആക്രമിച്ചതല്ല. അങ്ങനെ നിങ്ങൾക്കാർക്കും ഒരു കേസില്ല, നിങ്ങൾക്കാർക്കും ഒരു റിപ്പോർട്ടില്ല. ഡൽഹി പോലീസിന് കേസുണ്ട്. എന്താ ഞെട്ടി നിൽക്കുന്നത്? ഈ നിമിഷം വേറെ ഒരു വികാരവും എന്റെ മുഖത്ത് വരില്ല. അബ്ദുറബിന്റെ വസതിയിലേക്കും നടന്ന മാർച്ച് സംഘർഷാത്മകമായി, സംഘർഷത്തിലാണ് അത് കലാശത്. ശ്രീ റഹീം ഗൂഢാലോചന നടത്തി ഉത്തരവിട്ടതായിരുന്നോ? സംഘർഷം ഉണ്ടാക്കണം, നമ്മൾ ഇവിടെ സംഘർഷം ഉണ്ടാക്കാൻ പോവുകയാണ്, പൊതുമുതൽ നശിപ്പിക്കണം എന്ന് റഹീം ഉത്തരവിട്ടതായിരുന്നോ? കൂടുതൽ കളിച്ചാൽ നിന്നെ പിടിച്ച് കഴുത്തിലൊരു കമ്പ് വെച്ച് കെട്ടി തോട്ടിയാക്കി വല്ല മാങ്ങയും പുളിയും പറിക്കാൻ പിള്ളേർക്ക് കൊടുക്കും. എന്റെ ശരിക്കുള്ള സ്വഭാവം കഴിഞ്ഞ 2 മാസമായി കേരളത്തിലുടനീളം സമരത്തോട് നിങ്ങളുടെ സർക്കാരും നിങ്ങളുടെ പോലീസും സ്വീകരിച്ച സമീപനം എന്താണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് മുന്നിലാണോ താങ്കൾ ധാർമ്മിക രോഷത്തിന്റെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യുന്നത്? എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം ഇത്രയധികം സംഘർഷാത്മകമായത്? അതിലേക്ക് നയിച്ചത് എങ്ങനെയാണ്? ഇവിടുത്തെ പണി പോയി. ആദ്യം കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ ആക്രമിക്കാൻ ആഹ്വാനം നൽകിയത് ആരാണ്? കലാപാഹ്വാനം നടത്തിയത് ആരാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ? അത് പറയാൻ പറ്റില്ല. അതെന്താ? അത് പറയാൻ പറ്റില്ല. അതെന്താന്ന് പറയാൻ പറ്റില്ല. എല്ലായിടത്തും നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ടുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ സമരക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടായില്ലേ? അതിൽ താങ്കൾ അധ്യക്ഷനായ സംഘടനയുടെ പ്രവർത്തകരായിരുന്നില്ലേ അക്രമികൾ കൂടുതലും? നിങ്ങൾക്ക് അപ്പോൾ ധാർമ്മിക രാഷ്ട്രം ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ നിയമം ഉണ്ടായിരുന്നില്ലേ? അത് അക്രമാഹ്വാനമായിരുന്നില്ലേ? കലാപാഹ്വാനമായിരുന്നില്ലേ? ഇതെല്ലാം കൂടി അതിനുണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനോട് പോലീസിന് മുമ്പ് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നോ? അത് പ്രശ്നമാണ് ശ്രീ റഹീം. ഒരു പൊതുപ്രവർത്തകന്റെ വീട് പുലർച്ചെ വളഞ്ഞുകൊണ്ട് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പോലീസ് നടപടിയെടുക്കുന്നത് സ്വാഭാവികമാണ് എന്ന് ആര് വാദിച്ചാലും അത് അംഗീകരിക്കാനാവുന്നതല്ല. രാത്രിക്ക് പോലീസിന് പോകാം, പോലീസ് പോയില്ലല്ലോ. എന്നാൽ അർദ്ധരാത്രിക്ക് ഞങ്ങളുടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട് റെഡി ചെയ്തിട്ടുണ്ട്, ടി വി രാജേഷിന്റെ വീട് കേട്ടോ. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന വനിത എന്ന പരിഗണന പോലും കൊടുക്കാതെ നിങ്ങൾ എന്താണ് അതിനെ വിശേഷിപ്പിച്ചത് ശ്രീ റഹീം? അന്ന് നിങ്ങൾ അതിനെ എന്ത് വിശേഷിപ്പിച്ചു എന്നുകൂടി താങ്കൾ അന്ന് നിങ്ങൾ എന്ത് പറഞ്ഞു എന്ന് പറയൂ. അന്ന് നിങ്ങൾ എന്ത് പറഞ്ഞു എന്ന് പറയൂ ശ്രീ റഹീം. അത് ആവർത്തിക്കാനാണോ നിങ്ങൾ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത്? അന്ന് നിങ്ങൾ എന്ത് പറഞ്ഞു എന്ന് പറയും. അത് മാത്രം എന്താണ് മറന്നു പോകുന്നത്? തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മിക്കലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ല. അനിയ നിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.